+1 പ്രവേശനത്തിനായി ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് ട്രയൽ അലോട്ട്മെന്റിൽ നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, അതിനകത്ത് വരുത്തേണ്ട തിരുത്തലുകൾ എങ്ങനെയാണ് കൊടുക്കാൻ വേണ്ടി കഴിയുക എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. +1 അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും തന്നെ നിർബന്ധമായും ട്രയൽ അലോട്ട്മെന്റ് നോക്കിയിരിക്കണം. അതായത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് നമ്മൾ നേരത്തെ ഓൺലൈൻ അപേക്ഷ കൊടുത്തതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ നടത്താനും നമുക്ക് എവിടെയാണ് ഓപ്ഷനുകൾ ലഭിക്കാൻ സാധ്യതയുള്ളത് എന്ന് അറിയാനും ഈ ട്രയൽ അലോട്ട്മെന്റ് സഹായിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായിട്ടും ഇത് നോക്കണം. എങ്ങനെയാണ് നോക്കണം? മൊബൈലിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ എഡിറ്റ് നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യരുത്. കാരണം അത് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷ എങ്ങനെയാണോ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കുകൾ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും. ശ്രദ്ധിക്കുക. അതായത് HSCAP എന്ന സൈറ്റിലൂടെയാണ് നമ്മൾ ഇത് നേരത്തെ അപേക്ഷ കൊടുത്ത അതേ സൈറ്റാണ് HSCAP എന്ന് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. HSCAP എന്ന് പറയുന്ന സൈറ്റിലൂടെ കയറി അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാവും. കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ പാസ്വേഡ് നേരത്തെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ വെച്ച് നിങ്ങൾക്ക് OTP വരും. ആ മൊബൈൽ നമ്പർ നേരത്തെ രക്ഷിതാവിൻ്റെ മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ മൊബൈലും കൂടി നിങ്ങൾ കയ്യിൽ വേണം. അപ്പോൾ OTP വരും. OTPയിലൂടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ട്രയൽ അലോട്ട്മെന്റ് നോക്കി നിങ്ങൾക്ക് അവിടെ ഏറ്റവും മെയിൻ വിൻഡോയിൽ തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എവിടെയാണ് കിട്ടാൻ, എത്രാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളത് എന്ന് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് കിട്ടിയിട്ടുള്ളത് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഉറപ്പായിട്ട് ഇത് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടണമെന്നില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. കാരണം പല കുട്ടികളും ഓപ്ഷനുകളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം ഇതിനകത്ത് വരും. അപ്പോൾ ഇത് സാധ്യത മാത്രമാണ് ഇന്ന സ്ഥലത്ത്. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കുക? അത് നിങ്ങൾ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് റിസൾട്ട് റാങ്ക് ഡീറ്റെയിൽസ് എന്നുണ്ടാവും. അപ്പോൾ ആ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആദ്യത്തെ 4 സ്കൂളിലെയും നിങ്ങളുടെ റാങ്കും ആ സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് എത്രയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നോക്കിയാൽ താരതമ്യം ചെയ്താൽ ഏകദേശം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാവും. 3ാമത്തെ അലോട്ട്മെന്റ് ഒക്കെ വരുമ്പോഴേക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന്. ഇതിനാണ് നമ്മൾ ഈ ട്രയൽ അലോട്ട്മെന്റ് നോക്കുന്നത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അങ്ങനെ നമ്മൾ ഓപ്ഷനുകൾ എവിടെയാണ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ആലോചിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ കോഴ്സുകൾ കൂട്ടിച്ചേർക്കാം, സ്കൂളുകളുടെ കോഡുകൾ കൂട്ടിച്ചേർക്കാം. ഒപ്പം നേരത്തെ നിങ്ങൾ ഏതെങ്കിലും ബോണസ് പോയിന്റിന് ആഡ് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാം. ടൈ ബ്രേക്കിംഗ് പോയിന്റിന് എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടി. മുൻ വീഡിയോയിലുണ്ട് എന്താണ് ബോണസ് പോയിന്റ്, ടൈ ബ്രേക്കിംഗ് പോയിന്റ് എന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് EWS അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മറ്റെന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റും. ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാൻ പറ്റും. നിങ്ങൾക്ക് നേരത്തെ കൊടുത്തത് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന സൈഡിൽ ഉണ്ടാവും. പക്ഷേ നിർബന്ധമായിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടി എഡിറ്റ് അപ്ലിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഫൈനൽ കൺഫർമേഷൻ, അതായത് അപേക്ഷ സമർപ്പിച്ചതുപോലെ തന്നെ ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ അപേക്ഷ പോവില്ല, അപേക്ഷ സമർപ്പണം പൂർത്തിയാകില്ല. അതുകൊണ്ട് ഒരു കുട്ടി എഡിറ്റ് അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം എഡിറ്റൊക്കെ ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ നേരത്തെ സാധാരണ ഓൺലൈൻ അപേക്ഷ കൊടുത്തതുപോലെ ചെയ്യണം എന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഫൈനൽ കൺഫർമേഷൻ ഒരു തവണ ചെയ്താൽ, എഡിറ്റ് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതിലൂടെ കയറി നിങ്ങളെ ഡീറ്റെയിൽസ് നോക്കാമെന്നല്ലാതെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് എഡിറ്റ് ഫൈനലായിട്ട് ഒരു തവണ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇനി 28-ാം തീയതി 5 മണി വരെ, മെയ് 28-ാം തീയതി വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതുകൊണ്ട് കൃത്യമായി സമയമെടുത്ത് ആലോചിച്ച് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ്റെ കാര്യം ഓർമ്മിക്കണം. അതൊരു തവണ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മിക്കണം.
അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒപ്പം തന്നെ നേരത്തെ ഉള്ള കൂട്ടിച്ചേർക്കലുകൾ, ഓപ്ഷനുകൾ ക്രമീകരിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൃത്യമായിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷാ സമർപ്പണം പൂർത്തിയാകില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഉദ്ദേശിച്ച സ്കൂൾ ലഭിച്ചിട്ടില്ലെങ്കിലും ഒരു ആശങ്കയോ ടെൻഷനോ വേണ്ടതില്ല. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡിലും തേർഡിലും അലോട്ട്മെന്റ് ഉണ്ട്. അത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് അപേക്ഷ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിനകത്ത് ഒരാശങ്കയും വേണ്ടതില്ല. എല്ലാവർക്കും സീറ്റ് ലഭിക്കുന്ന രൂപത്തിലേക്കാണ് കേരളത്തിലെ +1 സീറ്റുകൾ ഉള്ളത്. അതുകൊണ്ട് അതിനകത്ത് ആശങ്കയൊന്നും വേണ്ടതില്ല. എല്ലാവർക്കും ഉദ്ദേശിച്ച സ്കൂളുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.